മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ് ശ്രീ സത്യൻ അന്തിക്കാട്. ചുരുക്കം ചില സംവിധായകർക്ക് മാത്രമേ മിക്ക നടന്മാരുമായും നല്ലൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ ഒരാളാണ് അദ്ദേഹം. മുൻനിര നായകന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം തുടങ്ങി 90% ആളുകളുമായും ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ ആളാണ് ശ്രീ സത്യൻ അന്തിക്കാട്. അതിൽ മുൻനിരയിലുള്ള ഒരു കോമ്പിനേഷനാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോമ്പിനേഷൻ. ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കൂടെ കരയിപ്പിക്കുകയും ചെയ്ത ഒരുപാട് ചിത്രങ്ങൾ അവർ തമ്മിൽ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അവയിൽ പലതും ഇന്നും അതിൻ്റെ മാറ്റ് അല്പം പോലും ചോരാതെ നിറഞ്ഞു നിൽക്കുന്നവയാണ്. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, രസതന്ത്രം, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നിവ അവയിൽ ചിലതു മാത്രം. മോഹൻലാൽ എന്ന നടന്റെ ഡെപ്ത് മനസ്സിലാക്കി സിനിമ ചെയ്ത ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം. കൂടുതലും കുടുംബ ചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന അദ്ദേഹം ഒന്ന് ചൂടുമാറ്റി ആക്ഷൻ മാക്സ് ത്രില്ലർ എന്നതിൽ പരീക്ഷണം നടത്തിയപ്പോൾ 1994 പിറന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ പിൻഗാമി എന്ന ചിത്രമാണ്. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയായിരുന്നു പിൻഗാമിയിലെ ക്യാപ്റ്റൻ വിജയമോഹൻ എന്ന കഥാപാത്രം. പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രം. ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചത്. മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ സിനിമാസ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും. ജയറാം, മീര ജാസ്മിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ മകൾ എന്ന സിനിമയാണ് ഒടുവിലായി തിയേറ്ററുകളിലെത്തിയ സത്യൻ അന്തിക്കാട് ചിത്രം. ഇപ്പോൾ ഇതാ മോഹൻലാലുമായുള്ള തന്റെ അടുത്ത ചിത്രത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സത്യൻ അന്തിക്കാട്. ഒരു സാധാരണക്കാരന്റെ സിനിമയാണ് ചിത്രമെന്നാണ് സംവിധായകൻ പറയുന്നത്. ഒരു റേഡിയോ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ അടുത്ത ചിത്രം മോഹൻലാലിനൊപ്പമാണ് എന്ന് വെളിപ്പെടുത്തിയത്. ചിത്രത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരിക്കും ചിത്രം നിർമ്മിക്കുക എന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. 3-4 മാസം എടുക്കും തിരക്കഥ പൂർത്തിയാക്കാൻ. ജീവിതഗന്ധിയായ സാധാരണക്കാരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ സിനിമയാണ് ചിത്രം. ഗ്രാമീണ പശ്ചാത്തലമുള്ള നാടൻ കഥകളാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം. എന്നാൽ ഇത്തവണ അതിൽ തന്നെ വളരെ പുതുമയുള്ളൊരു പാറ്റേണാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഹൻലാൽ ഒരു സാധാരണക്കാരനായി അഭിനയിക്കുന്നത് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് നേരിന്റെ വിജയമെന്നും അതിനാൽ തന്നെ തന്റെ അടുത്ത ചിത്രവും അത്തരമൊരു പാറ്റേണായിരിക്കും എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്ത് തുടക്കം കുറിച്ച സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യനും മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന വാർത്തകൾ നേരത്തെ എത്തിയിരുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള സത്യൻ അന്തിക്കാട് ഒരു നല്ല മോഹൻലാൽ ചിത്രവുമായി വീണ്ടും മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.